അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ വീഡിയോ എൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ. കുറേ കാലമായി നമ്മൾ കൂടാൻ വന്നിട്ട്. അപ്പോൾ ഞാൻ ലക്ഷദ്വീപ് പോവുകയാണ്. അപ്പോൾ എന്തായാലും ആ ഒരു ഗ്യാപ്പിൽ ഇവിടെ വന്ന് കൂടാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്ന് ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ കാണിക്കാം. അപ്പോൾ ആരൊക്കെയാണ് ഇവിടെ വരുന്നത് നമുക്ക് നോക്കട്ടോ. നിങ്ങൾ പത്രമൊക്കെ വായിക്കൂ. ഒരു സുഖ പത്രം വായിക്കണ രാവിലെ. ഇതിന്റെ അടുക്ക നിർത്തിനി കൂട്ടക്കായ്പങ്ങൾ വടല്ലേന്. അപ്പൊ ഇന്ന് കുക്കിംഗ് ഒന്നല്ല. സാധാരണ ഞാൻ കുക്കിംഗ് ചാനലിൽ വരലില്ല. അപ്പോ ഇത് പെട്ടെന്ന് കുറെ കണ്ടന്റുകൾ ഇടാനുള്ളപ്പോ ഞാനിന്ന് ഈ ഒരു കണ്ടന്റ് ഇതിൽ ഇടാന്ന് വിചാരിച്ചാണ്. വേറെ ഒന്നിട്ട നാളെ മുതൽ നമുക്ക് വെറൈറ്റി ഞങ്ങളെയൊന്നും കാണൂല. നമ്മള് ലക്ഷദ്വീപിലെ കുറച്ച് കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. എന്തായാലും ഞാനവിടെ പോകുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും എടുക്കും കേട്ടോ. എന്റെ ഒരു കാര്യം അങ്ങനെയാണ്. അപ്പൊ എല്ലാം നോക്കി പഠിക്കണം കേട്ടോ. കാര്യങ്ങൾ അവിടെ നിന്ന് ചെയ്തു വരും ഇൻഷാ അല്ലാഹ്. പിന്നെ സുന്ദരികളുടെ നാടാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അല്ലേ? സുന്ദരികളുടെ നാടാണെന്ന് പറയുന്നത് നമുക്ക് പറ്റെങ്കിൽ നോക്കാലോ. നോക്കാൻ പൈസ എടുക്കണ്ടല്ലോ. കൊണ്ടുവന്നാലോ? അവിടുത്തെ പെർമിറ്റ് ഒക്കെ വാങ്ങുന്നത് കൊണ്ടുവരാനൊക്കെ കഴിയുമെന്ന് അറിയില്ല. അപ്പൊ എന്തായാലും ഇൻഷാ അല്ലാഹ് നാളെ നമ്മള് ലക്ഷദ്വീപിലുണ്ടാവും. ഇന്ന് രാത്രി പോകും. അപ്പൊ നമ്മള് സിനുമണി മോളെ ഇങ്ങോട്ടാക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഞാൻ മാത്രമല്ല, ഇനി നമ്മൾ പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി രാവിലെ ഇറങ്ങിയാണ്. ആ പാസ്പോർട്ട് ഓഫീസിൽ നിന്ന് നേരെ നമ്മൾ അരീക്കോട്ടേക്ക് എത്തി, കുനിയിലേക്ക് എത്തി. ഇനി കുനിയിൽ നമ്മൾ നാട്ടിലേക്ക് എത്തി. ഇനി ഉമ്മാനെ നമ്മൾ തറവാട്ടേക്ക് ആക്കി ഇതിൻ്റെ സാധനങ്ങളും എല്ലാം പാക്ക് ചെയ്ത് എനിക്ക് കൊച്ചിയിലേക്ക് എത്തി. നാളെ 6-7 മണിക്ക് നമ്മുടെ ഫ്ലൈറ്റ് ഉണ്ട്. 6-7 മണിയോ? അങ്ങനെ ടൈം 6-7 എന്താ അങ്ങനെ ഏതോ ടൈമിലാണെന്നാ പറഞ്ഞത്. ഞാൻ ടിക്കറ്റ് നോക്കിയില്ല. എന്തായാലും രാവിലെയാണ് ഫ്ലൈറ്റ്. അപ്പോൾ ഇന്ന് രാത്രി തന്നെ നമ്മൾ കൊച്ചിയിലോട്ട് തിരിക്കും. അപ്പം ഇന്ന് ഫുള്ള് ഡ്രൈവിംഗ് മൂഡാണ് ഗൈസ് അല്ലേ? എന്തായാലും നമ്മൾ മാനേജ് കീപ്പ് ചെയ്യാണ്. ഇങ്ങനെ അത്ര ആരുമില്ലല്ലോ. പത്രമൊക്കെ വായിക്കാറില്ലെങ്കിൽ നമ്മൾ പത്രം വായിക്കുക. പിന്നെ വെള്ളം കൊടുന്നേരോ വെള്ളം കുടിക്കുക അല്ലേ? 4 പുറം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുക. അതൊക്കെ ഇത് നമ്മുടെ കുടിയല്ലേ? അന്തപ്പെട്ട് നോക്കണേ. അതൊക്കെ നോക്ക്. ഇതിന്റെ ഉള്ളിൽ സാധനങ്ങളൊക്കെ ഉണ്ടല്ലേ? ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടി വേണം. എത്ര ദിവസത്തിന് നിൽക്കണ്ടേ? 25 ദിവസം ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഈ വീഡിയോയിൽ ഞാൻ പറയുകയാണ് 25 ദിവസം സിനുവിൻ്റെ വീട്ടിൽ നിൽക്കുകയാണെന്നാണ് പറഞ്ഞത്. അപ്പം എന്തായാലും 25 ദിവസത്തിന് ലക്ഷദ്വീപ് ഒന്ന് ആരെങ്കിലും കൊണ്ടുവരിക. അവിടെ അല്ല ഒരു പുതിയ പെരുണ്ടാക്കിയിട്ട് ഫസ്റ്റ് പുതിയ ഒരു പെരുണ്ടാക്കിയിട്ട് നോമ്പിനൊന്നും അവിടെ കൂടാതെ ഇവിടെ നിൽക്കുക. അങ്ങനെയല്ല, പുതിയ പെരയാണ്. അപ്പോൾ അവിടുത്തെ സൽക്കാരങ്ങളും നോമ്പും ഇവരൊക്കെ അങ്ങോട്ട് വിളിക്കുക. എന്ന് ഇവിടെയല്ലേ കൂടുതൽ പ്രാവശ്യം അങ്ങോട്ട് വിളിക്കുക അല്ലേ? അപ്പം അങ്ങനെ എന്താ പറയുക, കാരൊക്കെ തന്നിട്ടുണ്ട്. അതേമാതിരി പഴം, ബിസ്ക്കറ്റ്, ചായ ഒക്കെ കുടിക്കും. നമ്മൾ ഈവനിങ് ആണ് കേട്ടോ. ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടാണ് ഓൾറെഡി എത്തിയിട്ടുള്ളത്. പിന്നെ ഫുഡൊന്നും കഴിക്കാനുള്ള ഒരു ഇതില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ സമയം തെറ്റിയിട്ടാണ് പാസ്പോർട്ട് ഓഫീസിൽ നിന്ന് വരുമ്പോൾ ഫുഡ് കഴിച്ചത്. ഈ 25 ദിവസം ഇവിടെ നിൽക്കുക. അപ്പൊ എന്റെ സ്പെഷ്യൽ ഇനി എന്തൊക്കെ ഉണ്ടാവും? എന്റെ ചാനലിലേക്ക് എന്തൊക്കെ വീഡിയോസ് ഇടുക? അല്ല, നമുക്ക് ഞാൻ ലക്ഷദ്വീപ് പോണതിന് കുഴപ്പമുണ്ടാവും? എന്താ കുഴപ്പം? ഞാൻ പോണ്ടേ? ഇയും കൂടി ഉണ്ടെങ്കിൽ എനിക്ക് അടിപൊളിയാവൂലേ? ഒരാളെ കൊണ്ടുപോകാതെ പോകണേ. പാവണ്ടേ. ഓക്കെ, അപ്പം എന്തായാലും ഇവിടുന്ന് ഞങ്ങൾ ഇറങ്ങുകയാണ്. ഉമ്മി സിനുവിൻ്റെ ഉമ്മയൊക്കെ പുറത്ത് നിൽക്കുന്നുണ്ട്. അതിൽ കുട്ടീനെ കളിപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ്.
ഈ ഇന്ന് നാളെ എൻ്റെ ഉമ്മാൻ്റെ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ട് വീഡിയോ ഇട്ടോ. വെറുതെ അതൊന്നും പറയില്ല, ഉണ്ടാക്കി കേട്ടു. ഏഹ് എന്തെങ്കിലുമൊക്കെ ഇൻഷാള്ള ഇടണം വിചാരിക്കുന്നുണ്ട്. ഞാൻ വിചാരിക്കുന്നുണ്ട് അവൾക്ക് വീഡിയോ ഇട്ട് അതിന് നല്ലൊരു പൈസ വന്നാലാണ് ഞാൻ അവൾക്ക് ഫോൺ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. ഇപ്പം ഇത്ര ദിവസം എൻ്റെ മൊബൈലിലാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ അവൾക്ക് നന്നായി നല്ല വീഡിയോസൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല ക്ലിയറിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ അവൾക്ക് യൂട്യൂബിൻ്റെ ഇൻകം വരുമ്പോൾ ഞാൻ ആദ്യം അവൾക്ക് നല്ലൊരു ഫോൺ വാങ്ങിത്തരാം. ഇപ്പോൾ ഉള്ളത് ഐഫോൺ തന്നെയാണ്, പക്ഷെ ഇത്ര ക്ലിയർ ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് പഴക്കമുള്ളതാണ്. അപ്പോൾ നല്ലൊരു ഫോൺ വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ് ആദ്യത്തേത്. അപ്പോൾ ചോദിക്കും ആദ്യത്തെ പൈസ നമ്മൾ എന്താ ചെയ്യാന്ന് ചോദിക്കും. നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്ത്. അപ്പോൾ അവിടെ വാൾപേപ്പർ ഇതാണ്. ഇത് മൈ ഫാദർ മൈ. പിന്നെ എനിക്ക് പിന്നെ വേറൊരു വിറ്റുണ്ട്. ഈ കാണുന്നുണ്ടോ? ഇതുള്ള എത്ര? ഇതോളമ്മ ആ കുട്ടീൻ്റെ ഏരിയയില്ലേ ഇപ്പോൾ എൻ്റെ മാതിരി ഉണ്ട്. എവിടെ അലേഹ? ഇത് സിനിമ ഇരിക്കണത് എവിടെ? ആ ഇത് സിനിമയാണ് ഇരിക്കണത്. അതോളമ്മി. അപ്പം ഇത് അലേഹൻ്റെ മാരി പണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റാ. മക്കളെ സ്വഭാവം മാത്രം എൻ്റെ ആയാൽ എവിടെ? അത് ചുരുക്കല്ലേ അല്ലേ? അതാരായിരിക്കുന്നത് മക്കളെ? ന്യൂഫിൽ DKD അങ്ങനെ എന്തായാലും നമ്മൾ ചായ ബിസ്ക്കറ്റൊക്കെ കുടിച്ച് ഇറങ്ങാം. ഇനി അടുത്ത കമന്റ് ഞാൻ അപ്പൊ തന്നെ പറഞ്ഞുതരാം. ഇവര് വന്നിട്ട് നിങ്ങൾ ഇതാണോ കൊടുത്തതെന്ന് ചോദിക്കും അല്ലേ? ഞങ്ങൾ പോട്ടെ. എന്തായാലും ഇവിടെ ആക്കി സേഫ് ആക്കിയിട്ട് നമ്മൾ പോവുകയാണ്. എൻ്റെ സിനുടെ വാപ്പയുണ്ട് ഗൈസ്. ലെക്ചററാണല്ലേ? എന്താ പറയാ? പ്രൊഫസർ. ഇത് എൻ്റെ പാൻ്റാണല്ലോ. ഇതെങ്ങനെ ഇവിടെ എത്തി? അപ്പം എൻ്റെ പാൻ്റ് ഇവിടെ ഞാൻ നയിച്ചിട്ടിന്നല്ലോ. ഉണ്ടോ? ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്താണല്ലേ? മക്കളെ 5 ദിവസം ഇനി കഴിഞ്ഞിട്ടാണ് ഞാൻ വരിക കേട്ടോ. ഒതുങ്ങിയിരിക്കണം കേട്ടോ. ഇന്നലത്തെ മാതിരി 4 മണിക്കേ ഉറങ്ങാൻ പറ്റുള്ളൂ. ഇവിടെ എത്രത്തോളം ദ്രോഹിക്കാൻ പറ്റുമോ അത്രത്തോളം ദ്രോഹിക്കണം. ഇന്ന് എനിക്ക് 4 മണി വരെ ഉറക്കണ്ടല്ലോ. നീച്ചിരുന്നിട്ട് എന്താ കാട്ടെന്നല്ല, 2 കൈ കൊട്ടുക പോത്ത്. നിങ്ങൾ ഇവിടെ നോളിയാണെങ്കിൽ ലക്ഷദ്വീപ് പോയിട്ട് വരുമ്പോ ഞാൻ എടുക്കാൻ വരാം രണ്ടാളി. എമ്മ നിക്കണില്ലത്രേ. ഉമ്മാക്ക് തരാ. എന്നാ പോരി നേരെ വൈകണേ. ഓക്കെ ടാറ്റാ. വരുന്നുണ്ടോ നോക്കട്ടെ. കാറിലേക്ക് വരുന്നുണ്ടോ നോക്കട്ടെ.